ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പീച്ചിങ്ങയും പരിപ്പും ചേർത്ത് ഒരു ഒലത്തുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഈ പരിപ്പ് വേഗം പാകത്തിൽ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കറി പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പൊലത്തിയെടുക്കുന്ന രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വാടി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുള്ള പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലെ മസാലയൊക്കെ ഈ പീച്ചിങ്ങയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അല്ലേ ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കണം. പരിപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള ഉലത്ത് റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.